ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശ്വരനെ അറിയാനും ഈശ്വരനിലേക്ക് എത്താനുമുള്ള മാർഗം നാമജപം തന്നെയാണ് എന്ന് ആചാര്യന്മാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജപിക്കുന്ന ഓരോ നാമവും, അത് നാമങ്ങളോ ധ്യാനങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ, സ്തുതികളോ എന്താണെങ്കിലും അതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞ് ആ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജപിക്കുമ്പോൾ ആ നാമജപം കൂടുതൽ ഫലവത്തായി തീരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ദക്ഷിണാമൂർത്തി ധ്യാനം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായി നമുക്ക് ശ്രമിക്കാം. ശംഭോ മഹാദേവ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ധ്യാനം ആദ്യമായി ഞാൻ ചൊല്ലാം. സ്ഫടികരജതവർണം മൗക്തികീമക്ഷമാലാം അമൃതകലശവിദ്യാജ്ഞാനമുദ്രാം കരാഗ്രൈർ ദധതമുരകകക്ഷം ചന്ദ്രചൂഡം ത്രിനേത്രം വിധൃതവിവിധഭൂഷം ദക്ഷിണാമൂർത്തിമീഡേ. ഇനി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വരി, സ്ഫടികരജതവർണം മൗക്തികീമക്ഷമാലാം. സ്ഫടികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് സൂര്യകാന്തക്കല്ല്, കർപ്പൂരം, പളുങ്ക്, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിറം എന്ന് പറയുന്നത് വെളുത്ത നിറമാണ്. അപ്പോൾ അവിടെ സ്ഫടിക രജതവർണം, രജതം എന്ന് പറഞ്ഞാലും വെളുത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ സ്ഫടിക രജതവർണം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ദക്ഷിണാമൂർത്തിയുടെ നിറം, ആ വർണ്ണം വെളുത്ത നിറത്തോടു കൂടിയത് എന്ന് പറയുകയാണ്. ഇനി മൗക്തികീം അക്ഷമാലാം. മൗക്തികം എന്ന് പറഞ്ഞാൽ മുക്തുമണി എന്നർത്ഥം. അക്ഷമാല എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷമാല. അപ്പോൾ രുദ്രാക്ഷമണികൾ കോർത്ത കൊണ്ടുള്ള മാല ധരിച്ച ഭഗവാൻ എന്നാണ്. രുദ്രാക്ഷമാല ധരിച്ചിരിക്കുന്നു ഭഗവാൻ. അമൃത കലശവിദ്യ ജ്ഞാനമുദ്രാം കരാഗ്രൈർ. അമൃത കലശവിദ്യ, അമൃതം എന്ന് പറയുമ്പോൾ അവിടെ അമൃത്, മോക്ഷം, ഔഷധം, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അവിടെ കലശം എന്ന് പറഞ്ഞാൽ കുടം, വിദ്യ എന്ന് പറഞ്ഞാൽ അവിടെ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ പറയാം. അപ്പോൾ ജ്ഞാനമാകുന്ന അല്ലെങ്കിൽ അറിവാകുന്ന അമൃതം, അമൃതത്തിൻ്റെ കലശം പിടിച്ചിരിക്കുന്ന ഭഗവാൻ, അത് കൈകളിൽ ഉള്ള ഭഗവാൻ. ജ്ഞാനമുദ്രാം കരാഗ്രേ. അപ്പോൾ ഈ അറിവാകുന്ന, ജ്ഞാനമാകുന്ന അമൃതിൻ്റെ കുടവും അതുപോലെ ജ്ഞാനമുദ്ര, കരത്തിൽ ജ്ഞാനമുദ്ര പിടിച്ചിരിക്കുന്നു ഭഗവാൻ. അതായത് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തെ ദ്യോതിപ്പിക്കുന്ന ഹസ്തമുദ്ര, അതാണ് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കരങ്ങളിലുള്ള ഭഗവാൻ. ഇനി അടുത്ത വരിയിൽ ദധത മുരക കക്ഷം ചന്ദ്രചൂഡം ത്രിനേത്രം. ദധത മുരക കക്ഷം. അപ്പോൾ പാർശ്വഭാഗത്ത് ഉരകത്തെ, അതായത് നാഗത്തെ ദധത എന്ന് പറഞ്ഞാൽ ദധതി എന്ന് പറയുന്ന ധരിക്കുക എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ അതൊരു ക്രിയാപദമാണ്. ദധതി, ധരിക്കുക എന്ന അർത്ഥം വരുന്നു. അപ്പോൾ അവിടെ ദധത മുരക കക്ഷം. അപ്പം നാഗത്തെ പാർശ്വഭാഗത്ത് ധരിച്ചിരിക്കുന്ന ഭഗവാൻ എന്നാണ്. ചന്ദ്രചൂഡം എന്ന് പറയുന്നത്, ചന്ദ്രചൂഡ എന്നുള്ളത് ഭഗവാന്റെ നാമമാണ്, ശിവൻ്റെ നാമമാണ്. അതായത് ചന്ദ്രനെ ധരിച്ചിരിക്കുന്നത് എന്നർത്ഥം വരുന്ന നാമമാണ് അത്. ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നു. ചന്ദ്രചൂഡൻ എന്ന് പറയുമ്പോൾ ആ ചൂട എന്ന് പറയുന്നത് ശിരസിൽ ധരിച്ചിരിക്കുന്ന, അതിനാണ് ചൂട എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രചൂഡ എന്ന് പറയുമ്പോൾ ചന്ദ്രനെ ശിരസിൽ ധരിച്ചവനും എന്നർത്ഥം.
ത്രിനേത്രം 3 കണ്ണുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്ത വരിയിൽ വിധൃത വിവിധ ഭൂഷം. അപ്പോൾ അങ്ങനെയുള്ള വിധൃതം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ധരിച്ചത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ഭൂഷം, വിവിധം പല പ്രകാരത്തിലുള്ള അല്ലെങ്കിൽ നാനാതരത്തിലുള്ള അലങ്കാരങ്ങൾ ധരിച്ചിരിക്കുന്ന ഭഗവാൻ, നല്ലവണ്ണം ധരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിം ഈടേ എന്നാണ്. ദക്ഷിണാമൂർത്തിം ഈടേ നമ്മൾ വായിക്കുന്നു. അവിടെ വരുന്നത് ശരിക്കും ദക്ഷിണാമൂർത്തിം അധികം ഈടേ എന്നാണ്. ഈടേയാണ് അവിടെ ക്രിയാപദം വരുന്നത്. ഈടേ എന്ന് പറഞ്ഞാൽ ഈടയതി എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ദക്ഷിണാമൂർത്തിയെ ഈടേ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് അവിടുത്തെ, അല്ലെങ്കിൽ ധ്യാനിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ ശിവഭഗവാന്റെ ഒരു മൂർത്തിഭേദമാണ്. കൈലാസത്തിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് സർവ്വവിദ്യയുടെയും ഗുരുവായിട്ടാണ് ദക്ഷിണാമൂർത്തി ഭഗവാനെ പറയുന്നത്. എന്തൊക്കെ വിദ്യയുണ്ടോ അതിൻ്റെ എല്ലാം ഗുരുവാണ്. ഗുരുഭാവം, ശിവഭഗവാന്റെ ഗുരുഭാവത്തിലുള്ള ആ മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. വെളുത്ത വർണ്ണത്തോടു കൂടിയവനും രുദ്രാക്ഷമുത്തുമണികൾ കൊണ്ടുള്ള മാല ധരിച്ചവനും ജ്ഞാനമാകുന്ന അല്ലെങ്കിൽ അറിവാകുന്ന അമൃതകലശവും ജ്ഞാനമുദ്രയും കൈകളിൽ പിടിച്ചവനും പാർശ്വഭാഗത്തിൽ നാഗത്തെ ധരിച്ചവനും പലതരത്തിലുള്ള അലങ്കാരങ്ങൾ നല്ലവണ്ണം ധരിച്ചവനും ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നവനും, അതായത് ചൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരോഭൂഷണം എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാന് ചന്ദ്രചൂഡൻ എന്ന നാമം കിട്ടിയിരിക്കുന്നത്. ചൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ശിരോഭൂഷണം, ശിരസിൽ അണിയുന്ന ഭൂഷണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ, അതുപോലെ 3 കണ്ണുള്ളവനും ആയിട്ടുള്ള ദക്ഷിണാമൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ, ഈ ധ്യാനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം. അപ്പോൾ ഈ ധ്യാനം ഒന്നുകൂടെ പൂർണ്ണമായിട്ടും ചൊല്ലിയിട്ട് ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥന ഇവിടെ പൂർത്തിയാക്കാം. സ്ഫടികരജതവർണം മൗക്തികീമക്ഷമാലാം അമൃതകലശവിദ്യാജ്ഞാനമുദ്രാം കരാഗ്രൈർ ദധതമുരകകക്ഷം ചന്ദ്രചൂഡം ത്രിനേത്രം വിധൃതവിവിധഭൂഷം ദക്ഷിണാമൂർത്തിമീഡേ. സർവം ഗുരുപവനപുരേശ്വരാർപ്പണമസ്തു.